ചെന്നൈയിലും ശബരിമലയുടെ പേരിൽ പ്രദർശനം നടത്തി ഉണ്ണികൃഷ്ണൻ പോറ്റി. സ്വർണ്ണപ്പാളികൾ നടൻ ജയറാമിന്റെ ചെന്നൈയിലെ വീട്ടിലെത്തിച്ചു പൂജ നടത്തി. ചടങ്ങിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കുടുംബാംഗങ്ങളും പങ്കെടുത്തു. ജയറാമും ഗായകൻ വീരമണിയും പൂജയിൽ പങ്കെടുത്തു. ഇതിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അവരെന്നോട് പറഞ്ഞു, അയ്യപ്പൻ്റെ നട പുതുക്കി പണിയുകയാണ് സ്വർണ്ണത്തിൽ, ഇവരാണ് അത് ചെയ്യുന്നത്, അപ്പോൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ വരണം എന്ന് മാത്രം പറഞ്ഞിരുന്നു. അപ്പോൾ എല്ലാം അയ്യപ്പൻ തീരുമാനിക്കുന്ന കാര്യങ്ങളാണ്. അങ്ങനെ ചങ്ങനാശ്ശേരിയിൽ അതിൻ്റെ നട ശബരിമലയ്ക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് അത് തൊഴുത് ആദ്യത്തെ കർപ്പൂരം കാണിക്കാനുള്ള ഭാഗ്യം ഭഗവാൻ എനിക്ക് ഉണ്ടാക്കി തന്നു. അതിനുശേഷം ആ നട അവിടെ വയ്ക്കുന്ന അതിൻ്റെ കട്ടളപ്പടി അതും പൂർണ്ണമായി സ്വർണ്ണത്തിൽ പൊതിഞ്ഞ് ഇപ്പോൾ ശബരിമലയിലേക്ക് പോകാൻ തയ്യാറെടുത്ത് നിൽക്കുന്നു. ചെന്നൈയിലാണ് പോകുന്നത്. ഇന്നും അതിൻ്റെ ആദ്യ പൂജ ചെയ്യാനുള്ള ഭാഗ്യം ഈ രണ്ട് കൈകൾക്ക് തന്നത്, ഇത് അയ്യപ്പൻ്റെ രൂപത്തിൽ വന്ന് ഇവർ തന്നതാണ് എനിക്ക്. അതിൻ്റെ പ്രസൻസായിട്ട് വീരമണി സാറിനെ പോലെയുള്ള മഹാപ്രതിഭകളുടെ കൂടെ നിന്ന് അതിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞത് വളരെ വളരെ ജീവിതത്തിൽ ഏറ്റവും വലിയ മഹാഭാഗ്യങ്ങളുണ്ട്. മറക്കില്ല ഈ ദിവസം. സ്വാമി ശരണം. കൂടുതൽ വിവരങ്ങളുമായി പ്രജിത് മോഹനും ചേരുകയാണ്. പ്രജിത്ത്, വ്യാപകമായി തട്ടിപ്പ് നടത്തിയിരുന്നു, വ്യാപകമായി ഇതിൻ്റെ പേരിൽ പണപ്പിരിവ് നടത്തിയിരുന്നു എന്ന് വ്യക്തമാക്കുന്ന രീതിയിലാണ്, അല്ലെങ്കിൽ ഭക്തരെ അടക്കം ഇങ്ങനെ വഞ്ചിക്കുന്ന സമീപനമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വീകരിച്ചതെന്നാണ് കൂടുതൽ ഓരോ ദിവസം കഴിയുന്നവരും ഇങ്ങനെ തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലേ? ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ മാത്രമല്ല, അവിടുത്തെ വാതിലെ കട്ടളപ്പടി തുടങ്ങിയ എല്ലാം പ്രദർശന വസ്തു ആക്കിയിരുന്നു ഈ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി പോറ്റി എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും മനസ്സിലാകുന്നൊരു കാര്യം. അതിൻ്റെ ഒരു ദൃശ്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നിരിക്കുന്നത്. ചെന്നൈയിൽ നടൻ ജയറാം, വീരമണി എന്നിവർക്കൊപ്പം അവർക്ക് മുന്നിൽ ഈ വസ്തു ഈ പറയുന്ന രീതിയിൽ സ്വർണ്ണപ്പാളികൾ പ്രദർശന വസ്തു ആക്കി എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും പുതിയതായി പുറത്തു വരുന്ന ദൃശ്യങ്ങൾ വരുന്നത്. ഇത് 2019 ദൃശ്യങ്ങളാണ്. അവിടെ പ്രദർശിപ്പിക്കുകയും ഒപ്പം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ ഇതിൽ പൂജ നടത്തുകയും നടൻ ജയറാം അതിനൊപ്പം ഇരിക്കുകയും വീരമണിയുമൊക്കെ അവിടെ നിൽക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഇത്തരത്തിൽ വീണ്ടും ഈ പറയുന്ന രീതിയിൽ പണപ്പിരിവ് നടത്താൻ വേണ്ടി തന്നെ ഇത്തരത്തിലുള്ള പൂജകൾ നടത്തി, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രദർശന വസ്തുവാക്കി ശബരിമലയിലെ ഇത്തരത്തിലുള്ള വാതിലുകളും അവിടുത്തെ ദ്വാരപാലക ശില്പങ്ങളുമൊക്കെ മാറ്റി എന്നതിനുള്ള കൂടുതൽ തെളിവുകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ ജയറാമിൻ്റെ വാക്കുകൾ മനസ്സിലാക്കുന്നത്, ഇത് 2019 ഈ പറയുന്ന രീതിയിൽ ഇവയുടെ നിർമ്മാണത്തിന് ശേഷം ഇത് ശബരിമലയിലേക്ക് കൊണ്ടുവരുന്നതിന് മുൻപുള്ള സമയത്താണ് ഇത്തരത്തിൽ അവിടെ വെച്ച് ഒരു പ്രദർശന വസ്തു പോലെ വെച്ച് പൂജ നടത്തുകയും ഒക്കെ ചെയ്തത് എന്നുള്ളത് ഇതിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്. പക്ഷേ ഇത്രയും കാലം കഴിഞ്ഞാണ് ഈ ദൃശ്യങ്ങൾ പുറത്തു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് അതിലെ സ്വർണ്ണപ്പാളികളുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകൾ, അത് നടത്തിയിട്ടുള്ള വ്യാപകമായ പണപ്പിരിവുകൾ നടത്തിയിട്ടുള്ള. പക്ഷേ പ്രജിത്ത്, ഈ വാർത്താ സമ്മേളനത്തിലൂടെയാണ് ഇക്കാര്യം ജയറാം വ്യക്തമാക്കുന്നത്, ആ ദൃശ്യങ്ങൾ. പക്ഷെ ഇതൊന്നും ദേവസ്വം ബോർഡ് കണ്ടിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമോ? കാരണം ഇത്രയും മാധ്യമങ്ങളടക്കം ഏറ്റെടുത്ത ഒരു വാർത്ത, സ്വാഭാവികമായ വാർത്താ സമ്മേളനം നടത്തുമ്പോൾ അത് മാധ്യമങ്ങളിൽ വാർത്ത വരും. എന്നിട്ടും ദേവസ്വം ബോർഡ് അറിഞ്ഞില്ല എന്ന് പറയുന്നത് എത്രത്തോളം വിശ്വസിക്കാൻ കഴിയും നമുക്ക്? ഇത് അത്തരത്തിൽ അറിവില്ലായ്മയാണെന്ന് ഒരു തരത്തിലും വിശ്വസിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമില്ല KP. കാരണം ഈ ഇത്തരം കാര്യങ്ങൾ, ഇത്തരം വസ്തുക്കൾ, ഇത്തരം സ്വർണ്ണ വസ്തുക്കൾ, അതോടൊപ്പം തന്നെ ശബരിമലയിലെ സവിശേഷമായിട്ടുള്ള അല്ലെങ്കിൽ ശബരിമലയിലെ പ്രത്യേകമായി പണി കഴിപ്പിച്ചിട്ടുള്ള ഇത്തരം വസ്തുക്കളുടെയൊക്കെ സുരക്ഷ ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്വം ദേവസ്വം ബോർഡിനുണ്ട്. അതിൻ്റെ ഒരു സാങ്ക്ടിറ്റി, പവിത്രതയൊക്കെ ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്വവും ദേവസ്വം ബോർഡിനുണ്ട്. അതിങ്ങനെ പലകൈ മറിഞ്ഞ് പലയിടങ്ങളിൽ പ്രദർശിപ്പിച്ച് അതിൽ പണപ്പിരിവിനടക്കമുള്ള കാര്യങ്ങൾക്കുള്ള സാധ്യത തെളിയിച്ച് കൊടുത്തതിന് ശേഷമാണോ അത് ശബരിമലയിലേക്ക് കൊണ്ടുവരുന്നത് എന്നുള്ളൊരു ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇത്തരം വസ്തുക്കൾ നിർമ്മിച്ചതിന് ശേഷവും ഇത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം തന്നെ എത്ര നാൾ തുടർന്നു എന്നതിനുള്ള ചോദ്യങ്ങൾക്ക് പലപ്പോഴും ഉത്തരമില്ല. അതിൻ്റെ ഇത് വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ചെന്നൈയിൽ മാത്രമല്ല, ഒപ്പം ബാംഗ്ലൂരുവിലും എത്തിച്ച് സമാനമായ രീതിയിലുള്ള പ്രദർശനങ്ങളും പൂജ പരിപാടികളും ഒക്കെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ദേവസ്വം വിജിലൻസിൻ്റെ ചോദ്യം ചെയ്യൽ ശനിയാഴ്ച നടക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് കൂടുതൽ വ്യക്തത വരുമെന്ന് നമുക്ക് കരുതാൻ കഴിയും. പക്ഷേ അപ്പോഴും ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്ത് നിന്ന് ശബരിമലയുടേതായ വസ്തുക്കൾ അത് സൂക്ഷിക്കുന്നതിനുണ്ടായിട്ടുള്ള വലിയ വീഴ്ചകൾ അത് ചർച്ച ചെയ്യാതിരിക്കാൻ കഴിയില്ല. കഴിഞ്ഞ ദിവസം ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ളവർ ഇത് ഇപ്പോൾ സ്ട്രോങ് റൂമിലെ കണക്കുകൾ സൂക്ഷിപ്പിക്കുന്നതിന്, അല്ലെങ്കിൽ കണക്കുകൾ അത് കോടതിയിൽ ഹാജരാക്കുന്നതിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയെന്നൊക്കെ പറയുന്നത് കണ്ടു. അതോടൊപ്പം തന്നെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വയം കുഴിച്ച കുഴിയിൽ വീണു തുടങ്ങിയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ നടത്തുന്നത് കണ്ടു. പക്ഷേ അപ്പോഴും ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എത്രമാത്രം അലംഭാവം
ദേവസ്വം ബോർഡ് കാലാകാലങ്ങളായി പുലർത്തി എന്നതിനുള്ള തെളിവുകൾ തന്നെയാണ് ശബരിമലയിലെ വാതിലും കട്ടളപ്പടിയും പോലും ഇത്തരത്തിൽ സ്വകാര്യ സ്ഥലങ്ങളിൽ പൂജയ്ക്ക് വെച്ച് അവിടെ അതിനുള്ള ഒരു പണപ്പിരിവിനുള്ള സാധ്യത പോലും ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് ഇത്തരത്തിൽ സെലിബ്രിറ്റികളെ ആളുകളെ കൊണ്ടുവന്ന് ഒരു സ്ഥലത്ത് വെച്ച് പൂജ നടത്തുമ്പോൾ അതുപോലെ തന്നെ കുറച്ച് കാശ് മുടക്കാൻ കഴിയുന്ന ആളുകൾക്കും സമാനമായ രീതിയിലുള്ള അവസരങ്ങളൊക്കെ നൽകിയിട്ടിരിക്കാനുള്ള സാധ്യത അതിൽ തെളിയുന്നുണ്ട്. അങ്ങനെ കൂടുതൽ പണപ്പിരിവ് പലയിടങ്ങളിലായി നടത്തിയിരിക്കാനുള്ള സാധ്യത തന്നെയാണ് ഈ ദൃശ്യങ്ങൾ, ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള ദൃശ്യങ്ങൾ തെളിയിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ വയ്യ. ഇതിന് കൃത്യമായ മറുപടി നൽകേണ്ടത് ദേവസ്വം ബോർഡാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിലൊക്കെ ഉരുണ്ട് കളിച്ചു പോകുന്ന ഒരു സാഹചര്യം മാത്രമാണ് ദേവസ്വം ബോർഡിനുള്ളത്. ഈ സ്പോൺസറായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ ഇപ്പോൾ നടക്കുന്ന ഈ വിജിലൻസ് പരിശോധനയിൽ പോലും എത്രത്തോളം കാര്യക്ഷമമായി, പ്രത്യേകിച്ച് അതിൻ്റെ നെല്ലും പതിരും തിരിയുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് അന്വേഷണം പോകുമോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ സംശയം നിലനിൽക്കുന്നുണ്ട്. ദേവസ്വം ബോർഡിലെ ഉന്നതരടക്കം സംരക്ഷിച്ചു നിർത്തുന്ന പരിശോധനയായിരിക്കുമോ ഉണ്ടാകുമെന്നുള്ള ആശങ്കയും ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഹിന്ദു ഐക്യവേദി അടക്കമുള്ള സംഘടനകൾ ദേവസ്വം ബോർഡിൻ്റെ തുടർവീഴ്ചകൾ തുറന്നു പറയുകയും അതിൽ നടപടികൾ ഉണ്ടാകണമെന്ന്, അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ളവർ രാജിവെക്കണമെന്നടക്കമുള്ള ആവശ്യമൊക്കെ ഉയർത്തിയതാണ്. അപ്പോൾ അത്തരം ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന സമീപനം ദേവസ്വം ബോർഡ് ഉണ്ടാകുമോ, ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. ഇന്ന് ദേവസ്വം ബോർഡിൻ്റെ യോഗം തിരുവനന്തപുരത്ത് ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് ചേരുന്നുണ്ട്. ശബരിമല തന്ത്രി അടക്കമുള്ളവർ ഇന്ന് ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് എത്തിച്ചേരുന്നുമുണ്ട്. ആ സാഹചര്യത്തിലാണ് ഈ ശബരിമലയിലെ വാതിലുകളും കട്ടിളകളും പോലും ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ഈ രീതിയിൽ പ്രദർശന വസ്തുവാക്കി മാറ്റി അതിൽ സെലിബ്രിറ്റികളെ അടക്കം പങ്കെടുപ്പിച്ച് പൂജകൾ നടത്തുന്നത് പോലെയുള്ള നടപടികൾ ഉണ്ടായി എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നത് എന്നുള്ളതാണ്. അതിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ബോർഡ് അംഗങ്ങൾക്കും ശബരിമല ക്ഷേത്രത്തിൻ്റെ മറ്റ് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്കുമൊക്കെ എന്താണ് മറുപടി പറയാനുള്ളത് എന്നുള്ളൊരു കാര്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇന്ന് ദേവസ്വം ബോർഡ് യോഗം ചേർന്ന് ഈ വിഷയത്തിൽ കൂടുതൽ സമഗ്രമായ ഒരു പരിശോധന കോടതിയോട് ആവശ്യപ്പെടുമെന്നൊക്കെ ഉള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോഴും മറുപടി നൽകേണ്ടത് ശബരിമലയിലെ ഇത്തരം സ്വർണ്ണ വസ്തുക്കൾ, അവിടെ പരിപാവനമായി കാണേണ്ട സ്വർണ്ണ വസ്തുക്കൾ, അത് ഇതുപോലെ പ്രദർശനത്തിനും പണപ്പിരിവിനുമുള്ളൊരു വഴിയിലേക്ക് തുറന്നു കൊടുക്കാൻ അല്ലെങ്കിൽ ആ രീതിയിൽ ആയി പോകാൻ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ അലംഭാവം കാരണമായി എന്നുള്ളൊരു പ്രശ്നം അവിടെ നിലനിൽക്കുന്നുണ്ട്. അതിൽ ദേവസ്വം ബോർഡ് അധികൃതർക്ക് എന്ത് മറുപടി നൽകാനുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കെ പി അത് തന്നെയാണ്. ദേവസ്വം ബോർഡ് ഈ കാര്യത്തിൽ എന്ത് നിലപാട് ഇനി വ്യക്തമാക്കും, എത്രത്തോളം അവർക്ക് രക്ഷപ്പെടാൻ സാധിക്കും, പരിപാവനമായ ഇത്തരത്തിലെ ശബരിമല വസ്തുക്കൾ പ്രദർശന വസ്തുക്കളാക്കി മാറ്റിയ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ആരൊക്കെ പിന്തുണച്ചു, എന്തിന് പിന്തുണച്ചു എന്ന കാര്യം കൂടിയാണ് ഇനി വ്യക്തമാകേണ്ടത്. പ്രജിത് മോഹനാണ് വിശദാംശങ്ങൾ നൽകിയത്.